നമുക്കിന്ന് കുറച്ച് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. ഒരു 10 ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ അത് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ 2-3 പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുക. ഇവിടെ 2 സവോളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ സവോളയും ഞാൻ ചെറുതായി ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഉപ്പ് മാത്രം ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കനും ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് നമുക്ക് മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ചിക്കനും ഞാൻ ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചതിന് ശേഷം അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി, അതുപോലെ പച്ചമുളക്, ഇഞ്ചി ഇവയെല്ലാം ചേർത്തുകൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഉപ്പ് ചേർക്കാനായിട്ട് മറക്കരുത്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അപ്പോൾ ഈ നന്നായി വഴണ്ട് വന്നിരിക്കുന്ന ആ ഉള്ളിയിലേക്ക് നമ്മൾ 1 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടാണ് നിങ്ങൾ കുരുമുളക് പൊടി അതുപോലെ പച്ചമുളകൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ ഈ മിക്സ് ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ കട്ട്ലേറ്റിന് ആവശ്യമായിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അതും നന്നായി വേവിച്ച് ഒന്ന് ഉടച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉടച്ച ഉരുളക്കിഴങ്ങും കൂടി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്കും ആ ചിക്കനിലേക്കും ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് കട്ട്ലേറ്റിനുള്ള റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ 2 മുട്ട ഞാൻ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മിശ്രിതത്തെ ഞാൻ നന്നായി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു 3 ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ ബ്രെഡിൻ്റെ അരികൊക്കെ നന്നായി ഒന്ന് മുറിച്ച് മാറ്റിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പൊടി ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് എടുത്തതിന് ശേഷം അത് നമ്മൾ മുട്ടയിലൊന്ന് മുക്കി ഈ ബ്രെഡിലൊന്ന് പൊതിഞ്ഞതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മുരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല മുരിഞ്ഞ കട്ട്ലേറ്റ് ആയിരുന്നു. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കട്ട്ലേറ്റിന്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലു ചില്ലി വ്ളോഗ്സ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങളും ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കി നന്നായിട്ട് ഈവനിങ് ഒരു പൊടി പൊടിക്കുക, മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ബൈ ബൈ, താങ്ക് യു.